അഹ്ലൻ അബുദാബിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാർഗോ സേവനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അബുദാബിയിലെ രജബ് കാർഗോ മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ കാരാട്ട് ക്യാപിറ്റൽ ടിപ്സിൽ. കാർഗോ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. ഒരുപാട് സംശയങ്ങളുള്ള മേഖലയാണ് കാർഗോ മേഖല. കസ്റ്റമേഴ്സ് അവരവർ അയക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. കുറഞ്ഞ ക്വാണ്ടിറ്റി സാധനങ്ങളാണെങ്കിൽ അവർക്ക് ഡോർ ടു കൊറിയർ എന്ന രീതിയിൽ നാട്ടിലേക്ക് അവരുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കുടുംബക്കാർക്കുള്ളവർക്ക് അയക്കാം. ഇതിന് ഏതെങ്കിലും കാർഗോ കമ്പനിയെ സമീപിക്കാം. കൊറിയർ കാർഗോ സർവീസ് ചെയ്യുന്ന കാർഗോ കമ്പനിയെ സമീപിച്ചിട്ട് അവർ നിങ്ങളുടെ ഡോർ ടു വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും. നിങ്ങൾക്ക് അവരുടെ ഓഫീസിൽ കൊടുക്കാം. ഇതിന് നിങ്ങൾ അയക്കുന്ന ആളുടെ ഫോട്ടോ ഐ ഡി, വ്യക്തമായ അഡ്രസ്സ്, നാട്ടിൽ കിട്ടുന്ന ആളുടെ ഫോട്ടോ ഐ ഡി, വ്യക്തമായ അഡ്രസ്സ്, അയക്കുന്ന സാധനങ്ങളെപ്പറ്റി ഉള്ള ഡീറ്റെയിലായ പാക്കിംഗ് ലിസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിസ് ഡിക്ലറേഷൻ പാടില്ല. കസ്റ്റംസ് വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത പാക്കിംഗ് ലിസ്റ്റും നിങ്ങൾ ഡിക്ലെയർ ചെയ്ത സാധനങ്ങൾ, നിങ്ങളുടെ ബോക്സിലുള്ള സാധനങ്ങൾ തമ്മിൽ മിസ്മാച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡ്യൂട്ടി, ഫൈൻ, പെനാൽറ്റി അടക്കേണ്ട ബാധ്യസ്ഥരുണ്ടായിരിക്കും. അതുകൊണ്ട് വ്യക്തമായ പാക്കിംഗ് ലിസ്റ്റ് കാർഗോ കമ്പനി ഏൽപ്പിക്കുക. നിങ്ങളുടെ സാധനം ഭംഗിയായി നാട്ടിൽ കിട്ടുന്നതാണ്. എയർ കാർഗോയുടെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സിന് കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ കാർഗോ അയക്കാം. ഇന്ത്യയിലെ ഒരുവിധം എയർപോർട്ടുകൾക്ക് കാർഗോ ക്ലിയറൻസ് ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാർഗോ കമ്പനിയെ സമീപിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഏതാണ് എയർപോർട്ട് അതിടത്തേക്ക് അയച്ചു തരും. അവിടെ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് പോയിട്ട് കാർഗോ ക്ലിയർ ചെയ്തെടുക്കാം. ഒരു കസ്റ്റമേഴ്സിന് മിക്കവാറും കാർഗോ ക്ലിയറൻസിനെ പറ്റിയിട്ട് ഭയങ്കര ഒരു ഭയമാണ്. ഒരിക്കലും അങ്ങനെ ഭയക്കേണ്ട ഒരു ആവശ്യമില്ല. കസ്റ്റംസ് നിങ്ങളോട് സഹകരിക്കുന്നതാണ്. നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് കസ്റ്റംസ് അതിന് വരുന്ന ഡ്യൂട്ടി അടച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു 100 കിലോ 200 കിലോ ഒക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ എയർ കാർഗോ അയക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള എയർപോർട്ടുകളിൽ എത്തുകയും നിങ്ങൾക്ക് റിസീവ് ചെയ്ത് കൊടുക്കാം. സീ കാർഗോ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. മറ്റൊന്ന് സീ കാർഗോ ആണ്. കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ സീ കാർഗോ ആണ് വളരെ ലാഭകരം. ഉദാഹരണത്തിന് 500 കിലോ കൂടുതൽ അല്ലെങ്കിൽ ഒരു 2 ക്യൂബിക് മീറ്റർ 3 ക്യൂബിക് മീറ്റർ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അവർക്ക് അവരുടേതായ അടുത്തുള്ള സീ പോർട്ടിലേക്ക് അയച്ചിട്ട് സാധനങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ്. ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഈ പുതിയ നിയമപ്രകാരം വളരെ ഡ്യൂട്ടി കുറവാണ്. നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് അതായത് സീ പോർട്ട് പോയിട്ട് ക്ലിയർ ചെയ്ത് സാധനങ്ങൾ എടുക്കാവുന്നതാണ്. കസ്റ്റംസ് ഇൻസ്പെക്ഷൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നടത്തുന്നതാണ്. TR അഥവാ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് സൗകര്യം എപ്പോഴാണ് ലഭ്യമാകുക? ഓക്കെ, സീ കാർഗോ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടുമിക്ക കസ്റ്റമേഴ്സ് സംശയങ്ങൾ TR ഫെസിലിറ്റി 2 വർഷം കഴിഞ്ഞാൽ എല്ലാവർക്കും TR ഫെസിലിറ്റി കസ്റ്റംസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് കസ്റ്റംസിനോട് റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് TR ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റംസ് അവർക്ക് നിങ്ങളെ ഡീറ്റെയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് TR ഫെസിലിറ്റി തരുന്നതാണ്. പിന്നെ മറ്റുള്ള ഒരുവിധം കസ്റ്റമർ ചോദിക്കുന്നത് TR ഫെസിലിറ്റി കിട്ടിയാൽ പിന്നെ അവിടുന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് അടുത്ത TR ഫെസിലിറ്റി കിട്ടണമെങ്കിൽ പിന്നീട് 2 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട കാർഗോ കമ്പനികളെ തേടിപ്പിടിച്ച് അവർ മുഖാന്തരം സാധനം അയക്കുവാൻ ശ്രദ്ധിക്കുക. വാരാന്ത്യ ദിനങ്ങളെ ആസ്വാദികരമാക്കാൻ കടൽക്കരയിലെ ബാർബിക്യൂ. അബുദാബിക്കടുത്ത് അൽബത്തീൻ ഐലൻഡിൽ തയ്യാറാക്കിയ ബാർബിക്യൂ വിഭവങ്ങളാണ് ഇന്ന് ക്യാപിറ്റൽ ലൈഫിൽ. പ്രവാസ ജീവിതത്തിലെ ജോലി തിരക്കുകളും അതുമായി ബന്ധപ്പെട്ട ജീവിത സംഘർഷങ്ങളും ലഘൂകരിക്കുവാൻ ഏറെക്കുറെ എല്ലാവരും തങ്ങളുടെ വാരാന്ത്യ ദിനങ്ങൾ വിനോദങ്ങൾക്കായോ കലാകായിക പ്രവർത്തനങ്ങൾക്കായോ നീക്കിവെക്കാറുണ്ട്. എന്നാൽ അബുദാബിയിലെ ചില കുടുംബങ്ങളും അവരുടെ സുഹൃത്തുക്കളും തങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ലഭ്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വിനോദയാത്രയും കുടുംബ കൂട്ടായ്മയും ഒരുക്കുന്നു. കടൽക്കരയിൽ തയ്യാറാക്കുന്ന ബാർബിക്യൂ ആണ് ഇന്ന് ഞങ്ങൾ ക്യാപിറ്റൽ ക്യാൻവാസിൽ അവതരിപ്പിക്കുന്നത്.
ചിക്കനും ബീഫും മട്ടണുമൊക്കെയാണ് പൊതുവെ ബാർബിക്യൂവിനായി തിരഞ്ഞെടുക്കുക. എന്നാൽ ഇവിടെ തീർത്തും വൈവിധ്യമാർന്ന രീതിയിലുള്ള ഫിഷ് ബാർബിക്യൂ ആണ് തയ്യാറാക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പലപ്പോഴും അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് അവരുടെ ഫാമിലികളുമായിട്ട് ഞങ്ങൾ അവരെ മീൻ പിടിക്കാനും കക്ക പെറുക്കാനും എങ്ങനെയാണ് ഫിഷിങ്, എങ്ങനെയാണ് ഈ ടൂൾസൊക്കെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. So I really enjoy my 25 years of life in UAE, especially my sea life, the island life. I enjoy it. അബുദാബി അൽബത്തീൻ ഐലൻഡിലേക്കുള്ള ഒരു ബോട്ട് യാത്രയെ തുടർന്ന് കടൽത്തീരത്തൊരുക്കിയ ഈ ബാർബിക്യൂവിന് വേണ്ടി ഈ യാത്രയിൽ പിടിച്ചെടുത്ത മത്സ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചൂണ്ടയിട്ട് പിടിച്ച മത്സ്യം ഉപ്പ് പുരട്ടി 5 മിനിറ്റ് സമയം വെച്ചതിന് ശേഷം കനലെരിഞ്ഞ് തയ്യാറായ ബാർബിക്യൂ ഗ്രില്ലിലേക്ക് നിരത്തി വെക്കുന്നു. 2 മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം പാകമായി വരികയും തുടർന്ന് മറച്ചു വെക്കുന്ന മത്സ്യം ഇത്രയും സമയം കൊണ്ട് തന്നെ മറുഭാഗവും പാകമാകുന്നു. ഇത് ചൂടാറുന്നതിന് മുൻപേ എടുത്ത് മത്സ്യത്തിന്റെ തൊലി മാറ്റി രുചിയോടെ മാംസം കഴിക്കുവാൻ സാധിക്കും. മീൻ ബാർബിക്യൂവിനെ സപ്പോർട്ട് ചെയ്യാനായി വെളുത്തുള്ളി, സബോള, തക്കാളി, മുളക് തുടങ്ങി വിവിധ പച്ചക്കറികളും ഇതിനോടൊപ്പം പൊള്ളിച്ചെടുക്കുന്നു. നേരത്തെ മസാല പുരട്ടി തയ്യാറാക്കി വെച്ച കോഴി ചിക്കൻ ബാർബിക്യൂ ഇഷ്ടപ്പെടുന്നവർക്കായും ഇതിനോടൊപ്പം തയ്യാറാക്കുന്നു. ഞങ്ങളിവിടെ എല്ലാ വീക്കെൻഡിലും വരാറുണ്ട്. ഇത്രയും നല്ല പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം, പിന്നെ പിള്ളേർക്ക് ഇവിടെ ഇഷ്ടംപോലെ കളിക്കാനുള്ള സൗകര്യമുണ്ട്. വീട്ടിലിങ്ങനെ ഞങ്ങളിങ്ങനെ അടച്ചു മൂടി കെട്ടിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആയൊരു അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. എസ്പെഷ്യലി ഹസ്ബൻഡ് ആണെങ്കിൽ 6 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ചു വരുന്ന ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ളൊരു സ്ഥലങ്ങളാണ്. പിന്നെ കുട്ടികൾക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് അവരെ വിടാൻ പറ്റും. മണ്ണിൽ കളിക്കുകയും ബാർബിക്യൂ ഞങ്ങൾ ചെയ്യുകയും ഒക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവാറും എല്ലാ വീക്കെൻഡ്സിലും ഒന്നെങ്കിൽ ഷോയോ അല്ലെങ്കിൽ ഇത് മിക്കവാറും ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പാർക്കുകളിൽ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ വീക്കെൻഡ്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. പുറം കാഴ്ചകൾ കണ്ട് കടൽക്കാറ്റേറ്റ് രുചികരമായൊരു ബാർബിക്യൂ തയ്യാറാക്കി കഴിച്ച ആത്മസംതൃപ്തിയിലാണ് ഈ വാരാന്ത്യ ആഘോഷങ്ങൾക്ക് പരിസമാപ്തി ആയിരിക്കുന്നത്.